അപ്പോഴേ ഇന്ന് നല്ല മഞ്ഞും ചെറിയ തണുപ്പുമൊക്കെയുള്ളൊരു പ്രഭാതമായിരുന്നു കേട്ടോ. ഇപ്പം സമയം 6:15 ഉള്ളൂ. ഞാൻ രാവിലെ പള്ളിയിലേക്ക് പോവുക. ഞാനെന്നും തന്നെ പള്ളിയിൽ പോകും കേട്ടോ. ഇവിടെയുള്ള ദിവസങ്ങളിലൊക്കെ രാവിലെ പള്ളിയിൽ പോയി ഒരു കുർബാനയൊക്കെ കണ്ടു വരുമ്പം നല്ലൊരു ഉന്മേഷമാണ്. അത് ഇപ്പോൾ ഈ റോഡെന്ന് പറയുന്നത് മെയിൻ്റനൻസിന് വേണ്ടി ഇട്ടേക്കുവാണ്. അതുകൊണ്ട് ഭയങ്കര ഗട്ടറുമൊക്കെയാണ്. കാരണം ഇത് മെഡിക്കൽ കോളേജ് റോഡാണ്. അപ്പം അതുകൊണ്ട് പണി ഉടനെയൊക്കെ പൂർത്തിയാകുമെന്നൊക്കെ പറയുന്നു. അതിൻ്റെ സൈഡ് ഓടകളൊക്കെ എടുത്ത് ഇട്ടേക്കുക. അങ്ങനെ ഞാൻ ഒരു 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ. ഡ്രൈവ് ചെയ്താൽ പള്ളിയിലെത്തും. അങ്ങനെ ഞങ്ങളുടെ പള്ളിയിൽ എത്തി. വീണ്ടും തിരിച്ച് ഞാൻ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ ജർമ്മൻ കിറ്റി ലൂക്കിയായും നോക്കിയായും എല്ലാം എന്നെ കാത്തിരിക്കുക കേട്ടോ. രാവിലെ ഒന്ന് ഭക്ഷണം കിട്ടാൻ വേണ്ടി അവർ ഉണ്ടാവും. അപ്പം നന്നേട്ടന് ടൈഗുവിനെ കൂട്ടി നിറക്കും. അന്നേരത്തേനും ജർമ്മൻ ഇവിടെ കാവലുണ്ട്. അവൻ എന്നെ കണ്ടപ്പോൾ തിരിച്ചു വന്നതാണ്. ഉണ്ട് പാവം കേട്ടോ, ഭയങ്കര സ്നേഹമാണ്. എൻ്റെ സാരിയിലൊക്കെ പിടിച്ച് വലിച്ചുകൊണ്ട് രാവിലെ ഇന്ന് വരുമ്പോൾ ഉണ്ട്. ഞാൻ പള്ളി കഴിഞ്ഞ് വരുമ്പം ഇവിടെ കാവലുണ്ട്. 7:30 കഴിയും ഞാൻ പള്ളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഭക്ഷണത്തിന് വേണ്ടി. പൊക്കോളം പറഞ്ഞപ്പോൾ കിറ്റി ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുക. അതുകൊണ്ട് കിറ്റി പോവണേ. കിറ്റി അവനെ കണ്ടുകൂടെ. കിറ്റിക്ക് ഇഷ്ടമേ അല്ല. കിറ്റി അടിക്കാൻ പോവാ. അയ്യോ അവൻ്റെ കൂടെ നോക്ക്. പുള്ളി ഭയങ്കര സാധനമാണ്. നമുക്ക് ഇഷ്ടമല്ല ജർമ്മനെ. പാവം ജർമ്മൻ മാറി നിൽക്കുന്നുണ്ടോ. ഞാൻ വിളിച്ച് എൻ്റെ ഒരു കയ്യെ പിടിച്ചുകൊണ്ട് വരും. കിറ്റിക്ക് ഭയങ്കര ദേഷ്യം. അവിടെ പിള്ളേരുണ്ട്. ഇല്ലെങ്കിലും ഈ ജർമ്മനെ കയറ്റത്തില്ല. വേറെ ഒരാളെയും കയറ്റത്തില്ല. ടൈഗുവിനെ ഒഴിച്ച് ബാക്കി ആരും. പാവം എൻ്റെ ജർമ്മൻ. ഞാൻ ജർമ്മനോട് വരാൻ പറയാം. അവളെ പിടിച്ചോണ്ട്. കിറ്റിയുടെ ദേഷ്യം കണ്ടോ. ജർമ്മൻ അറിയാം അടി കിട്ടുന്നു. ഇഷ്ടം പോലെ അടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓടിച്ച് ഗേറ്റിനപ്പുറം കിടത്തും. അതുകൊണ്ട് അവൻ വളരെ ശ്രദ്ധയോടെ വരുള്ളൂ. ഇപ്പം വരാന്തയിൽ നിന്നും കയറി കിടക്കത്തില്ല അവന്. പൂച്ചയാണേലും പട്ടിയാണേലും അവരുടെ ടെറിട്ടറി അവരെന്നും കാക്കും. നോക്കാം, അവൻ പോയി പുറകെ ഓടുക. തണ്ട പോന്നു. വീണ്ടും അവനെ ഓടിക്കാൻ വേണ്ടി പോവുക കേട്ടോ. പാവം. അവൻ്റെ കിണറിൻ്റെ അപ്പുറത്തൂടെ ചാടി അവൻ മുറ്റത്തെത്തി. വേണ്ടേ, ഞാൻ സാരി പോലും മാറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവനെ വിളിച്ചുകൊണ്ട് വന്ന് ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വന്ന് എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തു കേട്ടോ. കിറ്റിക്കും പിള്ളേർക്കും ചോറും മത്തിയും. ടൈഗുവിനും ജർമ്മനും ചിക്കൻ അത് വേവിച്ച് വെച്ചേക്കും. ഞാൻ 2 പേർക്കും അതൊക്കെ എടുത്ത് വെച്ചേക്കും. രാവിലെ പള്ളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഡ്യൂട്ടി കൊടുക്കുക. ഇനി ഉച്ച കഴിഞ്ഞ് 3 മണി ആകുമ്പോഴേക്കും വീണ്ടും ഇവർക്ക് ഭക്ഷണമുണ്ടേ. നോക്ക്, ഞാൻ മല്ലി ഉണങ്ങാനിട്ടിരുന്നു. അതെടുക്കാൻ ചെന്നപ്പം ജർമ്മൻ കിടക്കുന്നു. ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ. ഉച്ച കഴിയുമ്പോൾ വെയിൽ കാരണമേ. നോക്ക്, അവന് പാവാനുങ്ങാതെ കിടക്കുക. കിറ്റിയെ പേടിച്ചാൽ അവിടെ കുളത്തിൻ്റെ അടുത്ത് പോയി കിടക്കുന്നതാണ്. പിന്നെ അവൻ ഈ കരിയിലയുടെ ഇടയ്ക്കൊക്കെ കിടന്നാലുണ്ടല്ലോ അറിയത്തേയില്ല. അവൻ്റെ ഈ കളർ ഇതായതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്തെല്ലാം കാണിച്ചാലും അവന് ഒരു കുഴപ്പമില്ല. പാവം എന്ന് പറഞ്ഞാൽ ഇതുപോലെ പാവം. ഇതാണ് എൻ്റെ ജർമ്മൻ കേട്ടോ. സുന്ദരനല്ലേ. പാവം എന്ന് പറഞ്ഞാൽ എന്തോ പാവം എന്നറിയോ. എനിക്കെന്തോ ഇഷ്ടമാണ് ടൈഗുവിനെ. കണ്ടോ, കഴിഞ്ഞ ദിവസം ചെടി ഓടിച്ചതിന് ഞാൻ വഴക്കൊക്കെ പറഞ്ഞു. എന്നാലും അവനിങ്ങനെ കേൾക്കും കേട്ടോ. ഇവർക്കൊക്കെ നല്ല ബുദ്ധിയുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നല്ല. നമ്മളെക്കാളും തിരിച്ചറിവും ഒക്കെ ഉള്ളതാണ്. ഞാൻ പിടിച്ചുകൊണ്ട് വന്ന് തീറ്റ കൊടുക്കണം. ഉച്ച കഴിഞ്ഞ് നിർത്തിയതിന് കിറ്റി വന്നു. കിറ്റിക്കോടെ പിള്ളേർക്ക് മത്തിയും ചോറും കൊടുത്തിട്ടുണ്ട്. 3:30 ആയ സമയം ഉച്ച കഴിഞ്ഞ്. പിന്നെ ഞാൻ കിറ്റിയെ പിടിച്ചുകൊണ്ട് അവളുടെ പാത്രത്തിനടുത്ത് ഇരുത്തി. എന്നിട്ട് ജർമ്മനോട് പറഞ്ഞ് തിന്നോളാൻ പറഞ്ഞു. കാരണം ജർമ്മൻ പാവം. അവനിപ്പോൾ തിന്നു കഴിഞ്ഞാൽ ഉടനെ അവൻ പോകും കേട്ടോ. ടൈഗുവിനോടൊരു കുഴപ്പമില്ല. കിറ്റി അവനിടയ്ക്കിടയ്ക്ക് നോക്കും. കിറ്റി അവിടെ ഉണ്ടോ വരുമോ എന്ന് പേടിച്ച് നിന്നാ തിന്നുന്നത്. കൊള്ളാം. കാക്കയും
ഉച്ച കഴിയുമ്പോൾ രാവിലെ എല്ലാം ഉണ്ട്. കാക്കയും വരും, കരികിലപ്പിട വരും, ഇവരെല്ലാം വന്ന് തിന്നും. ഇതൊക്കെ ജർമ്മൻ ഓടുക, ഇല്ലെങ്കിൽ കിറ്റി അടി കൊടുക്കും. അതുകൊണ്ട് ജർമ്മൻ പോയി. ഇനി ഇവൻ ഇപ്പോൾ ഒന്നും വരത്തില്ലേ. ഒരു 7 മണിയൊക്കെ ആയി കഴിയുമ്പോഴത്തേനും എന്നിട്ട് വന്ന് ടൈഗുവിൻ്റെ കൊണ്ടെടുത്ത് കിടക്കും. എന്താ ഇതുണ്ടോ കിളിക്കുഞ്ഞ്. ഇതിൻ്റെ കുഞ്ഞു കിളികളെയൊക്കെ ഒന്ന് കണ്ട് വൈറ്റ് പാമ്പിലെ പൂവൊക്കെ വിരിഞ്ഞു. കുഞ്ഞിക്കൊക്കെ തീറ്റയൊക്കെ കൊടുത്തു കേട്ടോ. അവർക്ക് തീറ്റയൊക്കെ കൊടുത്തിട്ട് ഞാൻ ഓർത്തിൻ്റെ കുളത്തിലൊന്ന് നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. പണ്ടേ മഴവെള്ള സംഭരണിയിൽ നോക്കിയപ്പോൾ എന്താ അയ്യോ മീൻ ചത്ത് കിടക്കുന്നു. എന്തോ പറ്റിയതെന്ന് അറിയത്തില്ല കേട്ടോ. 5-6 എണ്ണം ചത്ത് കിടക്കുന്നു. എന്തെങ്കിലും അസുഖമാണോ എന്തോന്ന് അറിയത്തില്ല. എന്തായാലും നോക്കാൻ കുറേ മീനുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ളതൊക്കെ എന്താണോ അതുണ്ടോ. റെഡ് ബെല്ലി ചത്തു എന്താ പറ്റിയതാണെന്നറിയത്തില്ല. ചൂടുകൊണ്ടല്ലായിരിക്കുമല്ലോ. ചൂടുകൊണ്ടാണോ അങ്ങനെയല്ല, മഴവെള്ളം വന്ന് വീഴുന്നതാണല്ലോ എപ്പോഴേ. അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇനി നോക്കണം. എത്ര എണ്ണമെന്നറിയാമോ? 6-7 എണ്ണം ഇപ്പം പൊങ്ങിക്കിടന്നു. ഇനി വെള്ളമെല്ലാം കളഞ്ഞിനി നോക്കണം. ഇനി ബാക്കി എന്താണെന്ന് നോക്കണം. ഇനി നാളെയും കൂടെ നോക്കിയാൽ എടുത്തുകൊണ്ട് ഇത്ര എണ്ണത്തിന് ഇപ്പം കിട്ടിയതാണ്. ഇപ്പം ഞാൻ നോക്കിയത് കൊണ്ട് കണ്ടു. ഇല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കിടന്ന് നാറിയേനെ. നോക്ക്. സന്ധ്യയ്ക്ക് 7:30 കഴിഞ്ഞപ്പോൾ ഞാൻ വരാന്തയിലോട്ട് ഇറങ്ങിയപ്പോൾ കണ്ടോ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ചന്ദ്രൻ. ഗുഡ് നൈറ്റ് പറയുന്നില്ല. നാളെ ആയിരിക്കും ഈ വീഡിയോ ഞാൻ ഇടുക. അപ്പോൾ ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ.